മറ്റൊരു ആശങ്കാജനകമായ വാർത്ത, നമ്മുടെ നിപ്പയ്ക്ക് പിന്നാലെ വയനാട് ഷിഗല്ല വലിയ രീതിയിൽ നാശം വിതയ്ക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതിൽ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. 5, 7, 8, 9, 11 വീതം വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ വയനാട്ടിൽ 8 പേർക്കാണ് ഷിഗല്ല രോഗബാധ കണ്ടെത്തിയത്. 502 പേരിൽ രോഗലക്ഷണങ്ങളും കണ്ടെത്തി. നിലവിൽ 44 പേരാണ് വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചതോടെ നെന്മേനി ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിലെയും ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ 14 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രമ്യയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. രമ്യ, കൂടുതൽ ആശങ്ക ആവുകയാണ്. 8 പേർക്ക് രോഗം പുതുതായി സ്ഥിരീകരിച്ചിട്ടുണ്ടൊപ്പം ഈ 500-ലധികം പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ജാഗ്രതയാണ് വയനാട്ടുകാർ സ്വീകരിക്കേണ്ടത്? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? എന്താണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്? അശ്വതി, രാഖി, ഈ നിപ്പയ്ക്ക് പിന്നാലെ തന്നെയാണ് വയനാട്ടിൽ ഇപ്പോൾ ഷിഗല്ലയും കൂടി വ്യാപിക്കുന്നത്. അതിൽ തന്നെയാണ് നിലവിലൊരു ആശങ്കയുള്ളത്. നിലവിലിപ്പോൾ ഇന്നലെ 5 കുട്ടികൾക്കാണ് പുതുതായിട്ട് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് 5, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളിലാണ് ഇത്തരത്തിൽ ഫലമാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇതോടെ 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 502 പേരിൽ രോഗലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. നിലവിലിപ്പോൾ രോഗം സ്വീകരിച്ച കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിലിപ്പോൾ 502 പേർ രോഗലക്ഷണം കണ്ടെത്തിയതിൽ 4 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 164 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്, ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നതും. ഈ രോഗബാധ സ്ഥിരീകരിച്ചതോടെ നെന്മേനി ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതായത് നെന്മേനി പഞ്ചായത്തിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തന്നെയാണ് നെന്മേനി പഞ്ചായത്തിലെ തൊട്ടടുത്തുള്ള അമ്പലവയൽ അതുപോലെ തന്നെ നൂൽപ്പുഴ പഞ്ചായത്തുകളിലെയും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജൂൺ 14 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മദ്രസകൾ അതുപോലെ തന്നെ അംഗനവാടികൾ, പഠനമുറികൾ, ഹോസ്റ്റലുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ല. ഇവർക്കെല്ലാം തന്നെ ഈ അവധി ബാധകം തന്നെയാണ്. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല എന്നതുകൂടിയുണ്ട്. നിലവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാർക്ക് ഹാജരാകുന്നതിൽ തടസ്സമില്ല എന്നുകൂടിയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ആശങ്ക തന്നെയാണ് വയനാടും ഷിഗല്ലയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നത്. രാഖി, അശ്വതി. ശരി രമ്യ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വയനാട് വലിയ ഷിഗല്ല ആശങ്കയാണ്. ഭയം തോന്നുന്നു. 500-ലധികം പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ ഒടുവിൽ 8 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ 14-ാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു രോഗം വലിയ രീതിയിൽ പണി മുടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയാണ്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായി തന്നെ തുടരുക തന്നെയാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്.